എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാഗിണി കൊടുങ്ങല്ലൂർ. കലാ, കായിക, സാംസ്കാരിക, സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ പ്രതിഭകളെ കണ്ടെത്തി അവരുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്ന നമ്മളൊന്ന് ചിത്തിരുന്നേരം എന്ന പ്രോഗ്രാം ഇന്നു മുതൽ വീണ്ടും സംരക്ഷണം ചെയ്ത് തുടങ്ങുകയാണ്. ഇപ്രാവശ്യം അത് SR കേരള മീഡിയയിലൂടെയല്ല, AVR കേരള മീഡിയ എന്ന പുതിയ ചാനലിലൂടെയാണ്. SR കേരള മീഡിയയ്ക്കും നമ്മളൊന്ന് ചിത്തിരുന്നേരം എന്ന പ്രോഗ്രാമിനും നിങ്ങൾ നൽകിയ സ്നേഹവും പ്രോത്സാഹനവും തുടർന്നും ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായി രേഖപ്പെടുത്തുക. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്, അതായത് ഇന്ന് നമ്മളോടൊപ്പം അധ്യാപികയും ഗായികയും അഭിനേത്രിയുമായ ജ്യോതി കിഷോറാണ്. ഇന്ന് നമുക്ക് ജ്യോതി ടീച്ചറുടെ വിശേഷങ്ങളിലേക്ക് പോകും. ഒരു വെറൈറ്റി ജ്യൂസിനിട്ടുണ്ടാകുന്നത് വൈരമ്പുളി, ചെറുനാരങ്ങ ഒക്കെ പിഴിഞ്ഞൊഴിച്ച് മധുരട്ട് ചെറുനാരങ്ങ നമ്മൾ സാധാരണ ചെറുനാരങ്ങ വെള്ളം ഉണ്ടാക്കാം. വൈരമ്പുളി നെല്ലിക്ക ജ്യൂസ് സൂപ്പറാണ് അല്ലേ? ഇത് എവിടെ ടീച്ചറെ? ഇതൊക്കെ ഇവിടുത്തെ കൃഷിയാണ്. ഹസ്ബൻഡ് അവർക്ക് പരിപാടി ടീച്ചർക്ക് വൈരമ്പുളി കണ്ടോ? ഇത്രയുള്ള ചെറിയതേ. ഇത് എവിടുന്ന് മേടിച്ചത്? ചെറിയ നിറച്ചുണ്ടായി തുടങ്ങിയപ്പോ ഞാനൊരു വെറൈറ്റി എന്നുള്ള നിലയിൽ ഇത് കൊണ്ട് എന്താ ഗുണം? ചെറുനാരങ്ങ ഉണ്ടാവും. ഇത് വൈരമ്പുളി ഭയങ്കര വിറ്റാമിൻ സി അല്ല, നെല്ലിക്കേരൊക്കെ അതേ ഗുണം. പിന്നെ നാത്തച്ചക്ക ഇവിടെ നിന്നിങ്ങനെ കിട്ടും. ഇവിടെ കൂടാതെ തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കട്ടെ. പിന്നെ എങ്ങനെ പോണു ടീച്ചറെ കാര്യങ്ങളൊക്കെ? എങ്ങനെയാന്ന് പറഞ്ഞപ്പോ നമ്മള് എത്ര വർഷം മുന്നേ കണ്ടതല്ലേ പരിചയം. സ്കൂള് അരക്കൊല്ല പരീക്ഷ, അഭിയൽ എക്സാമിനേഷൻ അടുത്ത ആഴ്ച തുടങ്ങുന്നത്. സ്കൂളില് ഇപ്പൊ കലോത്സവം ഒക്കെ കഴിഞ്ഞുള്ള ഉപജില്ലാ കലോത്സവം, മേളകളുടെ തിരക്കായിരുന്നു. എല്ലാം കഴിഞ്ഞു അടുത്ത ആഴ്ച പരീക്ഷ. എങ്ങനെയുണ്ടായിരുന്നു ടീച്ചറുടെ കൊറോണക്കാലം? കൊറോണക്കാലത്താണ് അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചത്. ഇതുവരെ ഒരു ക്യാമറയുടെ മുന്നിൽ വരാത്ത ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് അഭിനയിച്ച് ഷോർട്ട് ഫിലിമുകള്, അത് ആദ്യം തൊട്ട് പറയാൻ കുറെ ഉണ്ട് പറയാനായിട്ട്. എത്ര ഷോർട്ട് ഫിലിം ചെയ്ത്? ഇപ്പൊ ഷോർട്ട് ഫിലിം മെയിൻ ആയിട്ട് ചെയ്തത് ഒരു 5-6 ഉണ്ടാവും മെയിനായിട്ട്. അത് ആൽബങ്ങളും കൂടി ഉണ്ടാവും, ആൽബം സോങ്. അതിലും മെയിനായിട്ട് അഭിനയിച്ച കൂടിയിട്ട് 5-6 ഉണ്ടാവും. അതില് ആദ്യമായിട്ട് തുടങ്ങിയത് തന്നെ ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ, സ്നേഹനിലാവിൽ അങ്ങോട്ട് തുടങ്ങി. അവസാനം ഒരു പിൻവിളി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഞാൻ തന്നെ കഥ എഴുതി അത് ഷോർട്ട് ഫിലിമാക്കി ഞാൻ തന്നെ മെയിനായിട്ട് അഭിനയിച്ച അവിടം വരെ വന്ന് നിൽക്കണം. അതായത് കഥയെഴുത്തും ഡയറക്ഷൻ ആയിട്ടില്ല, അത് അറിയാതെ അങ്ങനെ ആയി പോണതിന് മനസ്സിൽ ഒരാശയം വന്നപ്പോ ഇത് ഷോർട്ട് ഫിലിം ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട്. അവിടെ വേറൊരു പാട്ടില്ലേ, ലോകം മുഴുവൻ? അത് ഞാൻ പ്രാവശ്യം പാടിയിട്ടുണ്ട്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപ
ദീപമേ മിഴി തുറക്കൂ, കനിവിന്നുറവേ കരുണാമയനേ കാറ്റിൻ. പെട്ടെന്ന് പറയാൻ പെട്ടെന്ന് പറയുന്നായിരുന്നോ, അല്ലെങ്കിൽ പെട്ടെന്നല്ലാണ്ട് പാട്ടുകാരോട് പെട്ടെന്നല്ലാണ്ട് പിന്നെ മുൻകൂട്ടി ദേ ഇന്ന പാട്ട് പാടുമ്പോ ഒരു തയ്യാറെടുപ്പിൽ എനിക്ക് വരികളെ പെട്ടെന്ന് മെമ്മറി നിൽക്കില്ല, എപ്പോഴും നോക്കി പാടണം. വയസ്സായി, അതാണ് റിട്ടയറായി. എന്ന് പറഞ്ഞാൽ 2026. 26 ഇനിയുണ്ടല്ലോ 2 വർഷം. 2.5 വർഷം ഇനിയുണ്ട്. റിട്ടയർഡ് ആയി കഴിയുമ്പോ പറയോ ഇപ്പൊ റിട്ടയർഡ് ആവണ്ടായിരുന്നു എന്ന് പറയും. ഞാനങ്ങനെ പറയില്ല. ഓ കല എനിക്ക് എന്റെ കലാപ്രവർത്തനങ്ങൾ എല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുപോകാനായി വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവധി ദിവസം. അപ്പൊ അതായത് റിട്ടയർഡ് ആയി കഴിഞ്ഞാല് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കലാരംഗത്തേക്ക് ഇറങ്ങാനൊരു ശനി അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ ഞായർ, പിന്നെ കലണ്ടറിലെ റെഡിങ്, ഇത് മാത്രമേ എനിക്ക് അവധിയുള്ളൂ. ആ ദിവസങ്ങൾ മുഴുവൻ ഇതുപോലെ എന്തെങ്കിലും ഷോർട്ട് ഫിലിമോ കലയായിട്ടുള്ള ഇതുണ്ടാവും. എന്നാ ടീച്ചർ ഒരു ഭക്തിഗാനം ഒരു ഭക്തിഗാനം പെട്ടെന്നൊക്കെ പറയുന്നത് ഞാനൊരു ഭജൻ സിനിമ പാട്ടല്ല, ഭജൻസ് ആയിക്കോട്ടെ. മനമോഹന ഹേ മധുസൂദന, മനമോഹന ഹേ മധുസൂദന, കേശവാ മാധവാ, കേശവാ മാധവാ, കേശവാ മാധവ, ദേവാദിദേവ മനമോഹന ഹേ മധുസൂദന, മനമോഹന ഹേ നാരായണ, മനമോഹന ഹേ നാരായണ, നാരായണ ഹരി 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 നാരായണ. ടീച്ചറുടെ ഇതാണ് എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ റൂം, എൻ്റെ ലോകം ഇതിൻ്റെ ഉള്ളിലാണ്. എൻ്റെ എഴുത്തും പാട്ടുപടുത്തവും പിന്നെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഞാൻ മോളിത്തെ റൂമിലേക്ക് പോകും പാട്ടിട്ടാ. ടീച്ചറെ, ടീച്ചർ ഇവിടെ ഏറ്റവും കൂടുതൽ എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത് ഈ റൂമിൽ? അധികവും ഓഫീസ് വർക്കുകൾ, സ്കൂളിലെ ഓഫീസ് വർക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാൻ സ്കൂളിൽ നിന്ന് ക്ലാസ് ചാർജ് ഉള്ള കാരണം എനിക്ക് എല്ലാം അവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ LP സ്കൂളായ കാരണം പ്രധാനാധികാർക്ക് ഉത്തരവാദിത്വം കൂടുതലാണ്. ക്ലർക്കില്ല, പ്യൂണില്ല. അപ്പം എല്ലാ കാര്യങ്ങളും ഇവിടേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. ഫയലുകൾ, സാധനങ്ങൾ, കമ്പ്യൂട്ടർ വർക്കുകൾ ഒക്കെ ഇവിടെ നിന്നിട്ട് ചെയ്യുക. ടീച്ചർ ഇപ്പൊ ഏതൊക്കെ ആൽബങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആൽബം സോങ്ങിൽ ഞാൻ അഭിനയിച്ചേക്കണതാണ്, പാടിയേക്കണതല്ല. പക്ഷെ ആ പാട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ട് ഇപ്പൊ 1 മാസമായപ്പോഴേക്കും അത് ഏകദേശം 1,15,000 പേരോളത് കണ്ടു കഴിഞ്ഞു. അത് ഇത്തിരി വൈറലായി പോകുന്നുണ്ട്. ആ പാട്ട് എനിക്കത് നല്ല ഇഷ്ടമാണ്. ഞാൻ 2 വരി പാടാം. ആ പാട്ട് പാടി. തന്നാരം പാടുന്ന പാട്ടില് ആടിക്കളിക്കണോരമ്മ, തന്നാരം പാടുന്ന താളത്തിൽ ആടിയുലയണോരമ്മ, തന്നാരം പാടുന്ന പാട്ടില് ആടിക്കളിക്കണോരമ്മ,
തന്നാരം പാടുന്ന താളത്തിൽ ആടിയുലയണൊരമ്മ വയനാടൻ മഞ്ഞളിലാറാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി വയനാടൻ മഞ്ഞളിലാറാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി ആലില വയറിൽ നല്ല അരമണിക്കിലുക്കം ആടും താളത്തിൽ നല്ല പൊൻചിലമ്പാട്ടം ആലില വയറിൽ നല്ല അരമണിക്കിലുക്കം ആടും താളത്തിൽ നല്ല പൊൻചിലമ്പാട്ടം. എൻ്റെ സുഹൃത്ത് റിജി ഭദ്രന്റെ മകൾ ഭവ്യാണ് അതില് ദേവിയുടെ പോർഷൻ മെയിനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഞാനും അബ്ബാസ് കൊമ്പനടുത്ത് നല്ലൊരു നാടക കലാകാരനാണ് അദ്ദേഹവും. പിന്നെ കുറെ സ്കൂളിലത്തെ കുട്ടികളുണ്ട് അതും. പിന്നെ അതിന്റെ പ്രൊഡ്യൂസർ കൂടിയായ രമേശ്, എല്ലാവരും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിത്രം വരയൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണ്ടോ? ചിത്രം വരയ്ക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. പക്ഷെ ഇപ്പൊ സ്കൂൾ സംബന്ധമായ കാര്യങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമേ ചിത്രം ശരിക്കും വരയ്ക്കാറുള്ളൂ. ഇവിടെ വന്നിരുന്ന് ചിത്രം വരയ്ക്കാൻ അവർക്ക് ആഗ്രഹങ്ങളായിട്ട് നിലനിൽക്കുന്നത്. അവധി ദിവസങ്ങൾ കിട്ടുമ്പോൾ ഇപ്പൊ ഷൂട്ടിങ്ങുകൾ, ഷോർട്ട് ഫിലിമുകൾ, ആൽബങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ടൈം കിട്ടുന്നില്ല. സ്കൂളിൽ നിന്ന് വന്നാൽ പിന്നെ സ്കൂൾ വർക്കുകളും കാര്യങ്ങളും. ഞാൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത ഒരു പാട്ട് ചെമ്പരത്തിപ്പൂ എന്ന ഒരു ഗാനാണ്. നമ്മുടെ രാജീവ് പെരുങ്ങോട്ടുകര സംഗീത സംവിധാനം ചെയ്ത് രചിച്ചത് അദ്ദേഹം തന്നെയാണ് ആ പാട്ട്. പക്ഷെ എനിക്ക് അന്ന് ഇന്ന് ആ പാട്ടാണ് കേട്ടോ ഇഷ്ടം. അത് രണ്ടുപേര് പാടാം. ചെമ്പരത്തിപ്പൂവേ നീയൻ നൊമ്പരത്തിൻ പൂവല്ലേ ചെമ്പരത്തിപ്പൂവേ നീയൻ നൊമ്പരത്തിൻ പൂവല്ലേ അഞ്ചിതളായി വിരിയും നീയൻ പരിമളമില്ലാ മലരല്ലേ ചെമ്പരത്തിപ്പൂവേ നീൻ നൊമ്പരത്തിൻ പൂവല്ലേ മണമോലും മറുമലരുകൾ കാണ്ടേ നിറയുന്നോ നിന്നയനം മണമോലും മറുമലരുകൾ കാണ്ടേ നിറയുന്നോ നിന്നയനം പരിഹാസ ശരമേറ്റേറ്റിങ്ങനെ ചുവന്നുവോ നിൻവദനം ചുവന്നുവോ നിൻവദനം ചെമ്പരത്തിപ്പൂവേ നീൻ നൊമ്പരത്തിൻ പൂവല്ലേ. 2007 ഈ ഗാനം റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ രാജീവിന്റെ തന്നെ പാട്ടുകളാണ് ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ പാടിയിട്ടുള്ളത്. അർച്ചനപ്പൂക്കൾ, പിന്നെ പ്രേയർ സോങ്ങുകൾ, അങ്ങനെ കുറേയൊക്കെ രാജീവിന്റെ തന്നെ ആദ്യം ചെയ്തിട്ടുള്ളത്. പിന്നെ കാർത്തിയായനിക്കാവിലെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഓഡിയോ ആൽബങ്ങളായിരുന്നു ചെയ്തിരുന്നത്. പിന്നെയാണ് പ്രദീപിന്റെ ഒരു വിഷ്വൽ ചെയ്യുന്ന ആൽബം സോങ് ഞാൻ തന്നെ പാടിയിട്ട് വിഷ്വലിലേക്ക് വരുന്നത് ഒരു കോസല രാജ്യ വിരാജിത എന്നൊരു പാട്ട്. പിന്നെ തീരെ വിചാരിച്ചിരിക്കാതെയാണ് ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് വരുന്നത്. ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ വെച്ചിട്ട് പാട്ടിന്റെ കാര്യങ്ങളും വരയുടെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പോയി. പിന്നെ പെട്ടെന്ന് ഒരു ദിവസമാണ് ആൾ അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിം ഞാൻ കാണാനിടയത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അഭിനയിക്കുന്ന ആൾ കൂടിയാണ് രാഗിണി കൊടുങ്ങല്ലൂർ എന്ന് മനസ്സിലായത്. അപ്പോൾ അത് വളരെ ആളെന്നെ എഴുതി ഡയറക്റ്റ് ചെയ്ത മെയിനായിട്ട് അഭിനയിച്ചേക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ആദരവ് തോന്നിപ്പോയി. അത്ര നല്ല ഷോർട്ട് ഫിലിം ആയിരുന്നു. കരഞ്ഞു ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു പ്രാവശ്യം എനിക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അഭിനയിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചറുടെ മനസ്സിൽ എന്തെങ്കിലും തീം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു റിട്ടയർ ആയി പോണ ഒരു ടീച്ചറിന്റെ വേദനകൾ, അതായത് ഒറ്റപ്പെട്ടു പോണ്. സ്കൂളും കുട്ടികളും ലോകമായി കണ്ട് ജീവിച്ചിരുന്ന ടീച്ചർമാർ അധികം അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ എനിക്ക് പ്രധാന അധ്യാപകർ ഓരോ വർഷവും ഇങ്ങനെ റിട്ടയർ ആയി എൻ്റെ സുഹൃത്തുക്കളായ അധ്യാപകർ
റിട്ടയറായി പോകുമ്പോൾ ഞാൻ പിന്നീട് ഇങ്ങനെ ആലോചിക്കാം, പിന്നെ അവരെ കുറിച്ചൊന്നും അറിയുന്നില്ല. അപ്പോൾ ആ ഒരു ടീം പറഞ്ഞപ്പോൾ ആള് 2 ആഴ്ച കൊണ്ട് ആ കഥയൊക്കെ എഴുതി കൊണ്ടുവന്നു. സ്നേഹനിലാവ് എന്ന പേരിൽ ആ ഒരു പ്രൊഡ്യൂസറൊക്കെ കണ്ടുവെത്തി ഷോർട്ട് ഫിലിം ചെയ്തു. എൻ്റെ വീട്ടിലൊക്കെ തന്നെ വെച്ചിട്ട് ചെയ്തത്. എൻ്റെ മരുമകളും അതിൽ നല്ലൊരു പ്രധാന റോള് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടുകാരൊക്കെ തന്നെ അതിൽ, ഈ നാട്ടുകാരും എൻ്റെ സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും PTA എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് അതിൽ. അത് ഈ നാട്ടിലൊക്കെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്തതും പെരിഞ്ഞനം ലയൺസ് ക്ലബിലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് എനിക്കൊരു വഴിത്തിരിവായി. ഞാനത് തീരെ വിചാരിച്ചിരുന്നില്ല ഇത്രയും ആളുകൾ അത് ഇഷ്ടപ്പെടുന്നു. ഭയങ്കര സാഡായിട്ടുള്ള തീമായിരുന്നു അത്, എന്നാലും ആളുകൾ അത് സ്വീകരിച്ചു. പിന്നെ എനിക്ക് അഭിനയം എന്ന് പറഞ്ഞൊരു ത്രില്ലായി. അതിനുശേഷം രാഗിണിയുടെ തന്നെ ഷോർട്ട് ഫിലിമുകൾ അധികം ചെയ്തത് അമ്മച്ചി വാവ, അതും ഈ വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത കേട്ടോ. നല്ല അതും ഒരു ഭ്രാന്തിയായ മാനസിക നില തകരാറിലായ ഒരു അമ്മേരെ ഷോർട്ട് ഫിലിമായിരുന്നു അത്. പിന്നെ അതിൽ രാകേഷ് വള്ളത്ത്, ഹിമ, ഇവരാണ് ഞങ്ങൾ 3 പേരാണ് അതിൽ മെയിൻ അഭിനയിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നെ 3ാമത് ചെയ്തതാണ് ഒരു കള്ളനല്ല പവിത്രൻ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം. അത് നാസർ ഷെരീഫാണ് അത് തിരക്കഥയൊക്കെ എഴുതി അതിൻ്റെ സംവിധാനം നടത്തിയിട്ടുള്ളത്. അതിൽ എനിക്ക് പ്രധാനമായിട്ടും 3 തരം ഒരു ഭാവങ്ങൾ വരുന്ന ഇതായിരുന്നു. അതിൽ പ്രണയടക്കം വരുന്നുണ്ട്. അപ്പോൾ അതിൽ അഭിനയത്തിന് എനിക്ക് കേരള ബിസിനസ് സൂം മാഗസിൻ നടത്തിയ കേരള ലെവലിൽ നടത്തിയ ഒരു മത്സരത്തിൽ, ഷോർട്ട് ഫിലിം മത്സരത്തിൽ, അതിലെനിക്ക് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് കിട്ടി. അപ്പോൾ അതും കൂടിയൊക്കെ ആയപ്പോൾ എനിക്ക് പിന്നെ നല്ല ആത്മവിശ്വാസമായി. ഞാനിങ്ങനെ ഷോർട്ട് ഫിലിമുകൾ പിന്നെ കുറേ വന്നു, ചെറുതും വലുതുമായിട്ടും. പിന്നെ നാസർ ഷെരീഫിൻ്റെ തന്നെ മാഡൻ, അതിലും വലിയ ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടുള്ളത്. അതും ഒരു അവാർഡൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവാർഡിൻ്റെ അറ്റത്തൊക്കെ എത്തി എന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷെ നല്ല ഒരു എനിക്ക് സംതൃപ്തി നൽകിയ ഒരു റോളായിരുന്നു അത്. അതിനുശേഷം ഒരു പിൻവിളി ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തത്, അതിൽ ഇസ്മായിൽ ഇക്ക എന്ന് പറയും ഞങ്ങളുടെ സുഹൃത്ത്, അദ്ദേഹവും പിന്നെ വിജു കൊടുങ്ങല്ലൂർ നല്ല അഭിനേതാവാണ്. സിനിമകളിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുള്ളതാണ്. ആ ഒരു ഷോർട്ട് ഫിലിം ഞാൻ തന്നെ കഥ എഴുതിയിട്ട് ചെയ്തു ഞാൻ മുന്നേ പറഞ്ഞു. അതിനുശേഷം പിന്നെ ആൽബങ്ങളിൽ മെയിനായിട്ട് അഭിനയിച്ച ദൂരെ, ഞങ്ങളുടെ MLG എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ട്. അതിലെ 30-35 പേര് അതിലെ ഗ്രൂപ്പിലെ ആൾക്കാരെ ഒന്നിച്ച് അണിനിരത്തി അഭിനയിച്ച ഒരു ആൽബം സോങ് ആണത്. അതിലെ ആളുകൾ തന്നെയാണ് അതിൽ മുഴുവനും, അതിൻ്റെ പ്രൊഡ്യൂസറും അതെ, പിന്നെ അതിൻ്റെ പാട്ട് എഴുതി ട്യൂൺ ചെയ്തതും പാടിയിട്ടുള്ളതും അഭിനേതാക്കളും. ഞാനതിൽ മുഖ്യ വേഷം ചെയ്തിരിക്കുന്നത് ദൂരെ എന്ന് പറഞ്ഞാൽ അതിലെ ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. അത് രാജീവ് തന്നെ ട്യൂൺ ചെയ്തത്, ഞാൻ പാടാമത്. നിറയാർന്ന കൈകളാൽ വാരിപ്പുണർന്നു നിൻ നെറുകയിലൊരു മുത്തമേകാൻ, നിറയാർന്ന കൈകളാൽ വാരിപ്പുണർന്നു നിൻ നെറുകയിലൊരു മുത്തമേകാൻ, കനിവിൻ്റെ ഉറവയാമമ്മക്കിളി നിന്റെ അരികൊത്തിതാ പറന്നെത്തി, വിറയാർന്ന കൈകളാൽ വാരിപ്പുണർന്നു നിൻ നെറുകയിലൊരു മുത്തമേകാൻ. നിസാമലിയാണ് അത് പാടിയിട്ടുള്ളത്. അതിമനോഹരമായിട്ട് ആ പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ബന്ധു കൂടിയായ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മകൻ കണ്ണൻ, അല്ലെങ്കിൽ റിജിനാൾഡ്, അവനും അതിൽ മെയിൻ വേഷം ചെയ്തിട്ടുണ്ട്. എൻ്റെ മകനായിട്ടാണ് വേഷം ഇട്ടിട്ടുള്ളത്. അവൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന കൂടിയാണ്. ഇവന് ഞാനന്ന് ഒരു പാട്ട് പാടുമ്പോൾ ഇവനൊപ്പം പാടുമായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. പൊന്നുരുകും പൊക്കാലം നിന്നെ കാണാൻ വന്നു പൊന്നാകൾ, ആ പാട്ട് പാടുമ്പോൾ ഇവനൊപ്പം പാടിയിരുന്നു. പിന്നെ ഇപ്പൊ ഇവന്റെ സ്വഭാവം എന്താ വെച്ചാലേ, ഇവിടെ പിന്നെ ഷോർട്ട് ഫിലിം കുറെ ചെയ്തിട്ടുണ്ട്. ഒരു 6-7 ഷോർട്ട് ഫിലിം ഈ വീട്ടിൽ തന്നെ എടുത്തിട്ടുള്ളത്. ഇവന് വിളക്ക് വെക്കുമ്പോ നാമം ചൊല്ലും എപ്പോഴും എൻ്റെ അടുത്ത് വന്നിരിക്കും. ഇവൻ വിളക്ക് വെക്കുന്നതിന് മുന്നേ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കും. ദീപം കൊളുത്തി കഴിഞ്ഞാൽ വന്ന് അടുത്തിരുന്നിട്ട് ഓം നമ ശിവായ മുഴുവൻ കഴിയുന്നവരവൻ അങ്ങനെ ലയിച്ച് അവിടെ ഇരിക്കും. അവന് അത്രയും കാണപ്പാടായിട്ടുണ്ടാവും. പിന്നെ സംസാരിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അവൻ ഓം നമ ശിവ പറഞ്ഞാലേ.
പിന്നെ ഞാൻ അറിഞ്ഞത് കേട്ടാ, നിങ്ങളുടെ അടുത്ത വീട്ടില് ഇതുപോലെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചേക്കണ്. അവിടെ വിളക്ക് വെച്ചപ്പോ അവൻ അവിടെ അവരെ കൂടി ഇരുന്നത് അവിടെ കൂടി ഇരിക്കുന്നേ, വിളക്ക് കണ്ടാൽ അവിടെ ഇരിക്കും. അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ഇവന്. ആ, ഈ അയൽവക്കക്കാർക്കൊക്കെ പ്രിയപ്പെട്ടവനാണ് അവൻ. ഇല്ലടാ ഇല്ലടാ. ഒരു പ്രാവശ്യം ഇവിടെ ഒരു പ്രാവശ്യം ഇവിടെ ഷൂട്ട് നടന്നപ്പോ അതിലൊരു രംഗം അമ്മേനെ മകൻ തല്ലണതുണ്ട്. തല്ലുമ്പോ അയ്യോ തല്ലല്ലേ തല്ലല്ലേ എന്ന് പറഞ്ഞ കരയണതുണ്ട്. അപ്പൊ ഇവൻ വിചാരിച്ചു എന്നെ ശരിക്കും ഇവനെ ഇവിടെ കെട്ടിട്ടേക്കണ് ശല്യം ഉണ്ടാക്കാതിരിക്കുക. ഇവൻ ഇവിടെ കിടന്ന് വെപ്രാളം കൊണ്ടിട്ട് എന്നെ ആരോ തല്ലുന്ന് വിചാരിച്ചിട്ട് എന്തായിരുന്നു ഒന്ന് കാണിച്ചു കൂട്ടിയത്. ഞാൻ വന്നിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് ആശ്വസിപ്പിച്ചപ്പോഴാണ് ഇവൻ. ഇല്ലടാ ഇല്ലടാ. പിന്നെ ഇവൻ ഞാൻ എവിടെ ഉണ്ടാവും, അഴിച്ചിട്ട് കഴിഞ്ഞാല് ഇവൻ എന്റെ പിന്നാലെ ഉണ്ടാവും. ഞാൻ സ്കൂളിൽ നിന്ന് അവിടെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കും. സ്കൂളിൽ നിന്ന് വരുമ്പോ എന്റെ പിന്നാലെ അവിടെ വന്നിരിക്കും. പഠിക്കൊന്നുമില്ല അങ്ങനെ. പക്ഷെ ഇവന് പരിചയമില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാല് ഭയങ്കര ദേഷ്യം തന്നെ. അവരാരും കൊഞ്ചിക്കാൻ പാടില്ല ഇവനെ. മിണ്ടാണ്ട് നോക്കി നിന്നാണം. കൊഞ്ചിക്കാൻ വന്നാ പണി കിട്ടും. സ്നേഹമൊന്നും വേണ്ട അവന്. ഇവിടെ ഞങ്ങള് രണ്ടുപേരും പിന്നെ അപ്പുറത്തെ വീട്ടിലെ ജോഷിയും ഭാര്യയും അവരുടെ വീട്ടുകാരും അത് ഇവന്റെ പ്രിയപ്പെട്ടവര്. അവർക്കൊക്കെ എന്ത് വേണം ചെയ്യാം. അവരുടെ അടുത്ത് ഒരു കുഴപ്പമില്ല അവന്. ഇവിടെ കുറെ ഷോർട്ട് ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഒരു മുഖം പോലും അറിയാത്തതിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. അതില് വീട്ടില് ഇവനെന്റെ പിന്നാലിന് ഞാൻ എവിടെ ഇരിക്കും അവിടെ ഉണ്ടാവും. ഞാൻ അടുക്കളയിൽ പോയാൽ അടുക്കളയ്ക്ക് കിടക്കൂല, അടുക്കളയ്ക്ക് നോക്കി ആ വാതുക്കലിരിക്കും. ഞാൻ ഈ മുറി വന്നാൽ ആ മുറി. ഞാൻ എവിടെ ഉണ്ട് അവിടെ. എന്നിട്ട് എന്റെ ഹസ്ബൻഡ് ചോദിക്കും ഞാൻ നിനക്ക് തിന്നാനൊക്കെ തരും. കാരണം ഞാൻ സ്കൂളിലൊക്കെ പോയി വരുമ്പോഴേക്കും ഭക്ഷണമൊക്കെ കൊടുക്കണതൊക്കെ. എന്നിട്ട് പിന്നാലെ നടക്കണത് എൻ്റെ സ്നേഹം എന്നോടെന്ന് പറയും. സ്നേഹം ഉണ്ട് കേട്ടാ. ആള് പോയി കഴിഞ്ഞാലും ഇങ്ങനെ ഇരിക്കും അവിടെ ചെന്ന്. ഞാനിവിടെ ഉണ്ടെങ്കിലും അതാ. അപ്പൊ ഇങ്ങനെ വരുന്നവരെ കാത്തിരിക്കും. ശരിക്കും സ്നേഹിച്ചാല് നന്ദി കാണിക്കുന്ന, കാരണം അവരെ ലോകം ഇപ്പൊ അവരെ ലോകത്ത് നമ്മളുള്ളൂ. സത്യം പറഞ്ഞാൽ അവരെ സ്വപ്നങ്ങളിൽ പോലും നമ്മളായിരിക്കും ചിലപ്പോ. ഇതൊക്കെ എന്റെ ഹസ്ബൻഡിന്റെ പരിപാടികളാണ് കേട്ടോ. ഇത് മാത്രല്ല, അതേ പൂക്കൃഷി അവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഞാനിപ്പോ ഒരുമാതിരിപ്പെട്ട കുറെ എനിക്ക് മനസ്സിന് തൃപ്തി നൽകിയ കുറെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളുകൾ പറയേ ഞാൻ അധികം സാഡ് ലുക്കിലുള്ള അല്ലെങ്കിൽ സാഡ് വേഷത്തിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഒന്ന് മാറ്റി പിടിക്കുന്നൊക്കെ പറയും. പക്ഷെ ഞാൻ കോമഡിയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ രാഗിണിയുടെ തന്നെ സ്നേഹനിലാവ് സാഡായിരുന്നു. അമ്മച്ചി വാവ ഒരു ഭ്രാന്തിയായിട്ടായിരുന്നു. പിന്നെ കാഴ്ചയ്ക്കപ്പുറത്തില് ഞാനൊരു നല്ല കോമഡി, പാട്ട് പാടാൻ അറിയാത്ത ഒരു പാട്ടുകാരിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. നല്ല കോമഡി തന്നെയായിരുന്നു. പിന്നെ കോച്ചാലിമുക്ക്, അത് ഫുൾ കോമഡിയാ. പിന്നെയുണ്ട് ഭാര്യമാർ സൂക്ഷിക്കുക, രാഗിണിയുടെ തന്നെ, അതും കോമഡി തന്നെയാണ്. പിന്നെ ഋഷി സുരേഷിന്റെ ഒരു സ്വാഭാവികം, അതുപോലെ തട്ടാരക്കുട്ടിയൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതും അസൽ കോമഡിയാണ്. പക്ഷെ ആളുകൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്തോ ഈ സങ്കടമുള്ള കഥാപാത്രങ്ങൾ. പക്ഷെ എനിക്ക് ഇനി ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ നല്ല തൻ്റേടിയായ നല്ല ഒരു സ്ത്രീയുടെ ഒരു വേഷം ചെയ്യണമെന്നുണ്ട്. നമ്മളിപ്പോ ചെയ്തതില് ഏറ്റവും തൃപ്തി തോന്നിയ കുറെ ഷോർട്ട് ഫിലിമുകൾ ചെയ്തല്ലോ, ഏറ്റവും തൃപ്തി തോന്നിയ കഥാപാത്രം ഏതാണ്? തൃപ്തി തോന്നിയെന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും തൃപ്തി ആയിട്ടില്ല. എനിക്ക് എല്ലാത്തിലും കുറച്ചും കൂടി നന്നാക്കായിരുന്നു. ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോ തോന്നണതാ. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് നന്നായിട്ടുണ്ടോ? കൊറേ പേരൊക്കെ ഈ സ്നേഹനിലാവ് ആ ടീച്ചറുടെ റോളും കൂടിയാണല്ലോ. അതിലാ സങ്കടം കുട്ടീനെ ഏറ്റെടുക്കണ എല്ലാ മനുഷ്യരും മനസ്സിനെ ഉലയ്ക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. അത് കുറെ പേര് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്താണ് ഈ കള്ളനല്ല പവിത്രൻ. അതില് 3 തരം ഭാവങ്ങളെ വരുന്ന നിസ്സഹായ അവസ്ഥയുണ്ട്, അതുപോലെ ഹാപ്പി ആയ ഒരു അവസ്ഥയുണ്ട്, പിന്നെ പ്രണയത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ ഷോർട്ട് ഫിലിമിന് റീന നൌഷാദ് എഴുതി, നിസാം അലി സംഗീതം ചെയ്ത്, നിസാം അലിയും പാടിയിട്ടുണ്ട്, ഞാനും അതിന്റെ ഫീമെയിൽ വേർഷൻ പാടിയിട്ടുണ്ട്. ആ പാട്ട് ഞാൻ പാടാം. ആഹാ മായും നിലാവിൽ മറയാതെ കിനാവേ
ഇരുളിൻ മുടിയഴകിൽ കുടമുല്ലയണിഞ്ഞ് കിനാക്കാണവേ ഞാൻ കിനാക്കാണവേ. നോവിൽ പിടയുന്നൊരു മനമെങ്കിലും ഇന്നും രാവിൽ വിരിയും മലരാണി വളിന്ന് കതിരോൻ പതിയാതെ ചായുറങ്ങാൻ ഞാൻ ഇന്നുരുകും നിറവേ. മായും നിലാവിൽ മറയാതെ കിനാവേ. അതുപോലെ തന്നെ ഞങ്ങളുടെ വലപ്പാട് ഉപജില്ലയില് വികസന സമിതിയുടെ സഹകരണത്തോടെ ഞങ്ങളെ ഒരു ഓഫീസ് സൂപ്രണ്ട്, AE ഓഫീസിന്റെ സൂപ്രണ്ട് ജസ്റ്റിൻ തോമസ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ആൽബം ഇറക്കിയിരുന്നു. കോവിഡ് കാലത്താണ് ആദ്യമായിട്ട് ഇറക്കിയത്, കുഞ്ഞിക്കുരുവികൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ ടീച്ചേഴ്സും കുട്ടികളും കൂടിയിട്ട് പാട്ട് പാടിയിട്ട് ഞങ്ങൾ തന്നെ അതിൽ വിഷ്വൽ വന്നിട്ടാണ് ചെയ്തത്. പിന്നെ ഒരെണ്ണം കൂടി അദ്ദേഹം ചെയ്തു, ഇപ്പൊ ട്രാൻസ്ഫർ ആയി പോയിട്ടാ. വേറൊരെണ്ണം കൂടി ചെയ്തിട്ടുണ്ട്. നല്ല ഷോർട്ട് ഫിലിമൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കലാകാരൻ അദ്ദേഹം, ജസ്റ്റിൻ തോമസ്. പിന്നെ ഒരു ഓണപ്പാട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഒരു ഓണപ്പാട്ടും കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിലും ടീച്ചേഴ്സും കുട്ടികളും കുറച്ചും കൂടി വിപുലമായ രീതിയിൽ എല്ലാ സ്കൂളുകളിലും സ്കൂൾ കുട്ടികളെയും ടീച്ചേഴ്സിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചേഴ്സിന്റെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഈ ഒഴിവ് സമയങ്ങളിലൊക്കെ ടീച്ചർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണോ, ഇഷ്ടപ്പെട്ട് ചെയ്യണ കാര്യങ്ങൾ എന്താ? ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പാട്ടുകൾ, എനിക്ക് കുറേ പാട്ടുകൾ ഓരോരുത്തർ ഇതുപോലെ ആവശ്യപ്പെട്ടിട്ട് ഇരിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് പാടാൻ നേരം കിട്ടുന്നില്ല. പക്ഷെ സമയം കിട്ടിയാൽ ആ പാട്ടുകളൊക്കെ, എനിക്ക് ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട്, അതൊക്കെ അങ്ങനെ ഒന്ന് പഠിച്ച് പാടി റെക്കോർഡ് ചെയ്ത് വെക്കണം നോക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ഇപ്പൊ ഞാൻ പാടിയത് ഏതാണ്? ഇന്നലെ നീ ഒരു പാടിയില്ലേ, ഇനി നാദ നീ വരും, അതൊക്കെ ഇഷ്ടമാണ്. അന്ന് അതിന്റെ ഒരു രണ്ടുപേരും പാട്ട്. നേരിയ മഞ്ഞിന്റെ ചുംബനം കൊണ്ടോരോ പൂവിൻ കവിൾ തൊടുത്തു. നേരിയ മഞ്ഞിന്റെ ചുംബനം കൊണ്ടോരോ പൂവിൻ കവിൾ തൊടുത്തു. കാണുന്ന നേരത്തു മിണ്ടാത്ത മോഹങ്ങൾ ചാമരം വീശി നിൽപ്പൂ. നാദ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവീതിയിൽ എന്നിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാദ നീ വരും കാലൊച്ച കേൾക്കുവാൻ. ആഗ്രഹം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് ഈ അഭിനയ രംഗത്തൊക്കെ എത്തിയതിന് ശേഷം നമുക്ക് ഒരു കലയെന്നുള്ളൊരു അംഗീകാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിച്ചിട്ട് ഒരു ചെറിയ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു മികച്ച നടിക്കുള്ള അവാർഡ് കള്ളൻ അല്ല പവിത്ര എന്നുള്ള ഷോർട്ട് ഫിലിമിന് എനിക്ക് കിട്ടിയിരുന്നു. അത് മൂന്നാമത്തെ മെയിനായിട്ട് ചെയ്ത ഷോർട്ട് ഫിലിമായിരുന്നു. ഇപ്പോൾ ശരിക്കും ഒരു സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സിനിമയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കണുണ്ട്. ഞാൻ ഇവിടെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ രണ്ടുപേരുള്ളൂ. 2 മക്കളാണ്, ആൺകുട്ടിയും പെൺകുട്ടിയും, ട്വിൻസ്. അപ്പോൾ അവർക്കിപ്പോൾ ഒരു 30-30 വയസ്സായിട്ടുണ്ട്. അവർ ഇംഗ്ലണ്ടിലാണ്, രണ്ടുപേരും ഫാമിലി ഒത്ത്.
യദു നന്ദ അവരുടെ പേര്. അവരും കലാകാരൊക്കെ തന്നെയാണ്. മോൻ ഇതുപോലെ ഉപകരണ സംഗീതം, തബലയും വയലിനൊക്കെ കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. വയലിൻ കേട്ടോ. പിന്നെ മോള് സ്പോർട്സും പിന്നെ ഡാൻസും. അവളെ ഫീൽഡ് അതാ. അമ്മൂന്നാ വിളിക്കുക, അവനെ അപ്പൂന്നും വിളിക്കും. പിന്നെ പാട്ട് പാടും കേട്ടോ, രണ്ടുപേരും പാട്ട് പാടുമായിരുന്നു. പക്ഷേ സ്റ്റേജ് പെർഫോമൻസിനൊന്നും അവർ വിളിച്ചാൽ വരില്ല. ഞാൻ ഭജൻ ടീമൊക്കെ ആയിട്ട് നടന്നിരുന്നപ്പോൾ കുറേ ആർട്ട് ഓഫ് ലിവിൻ്റെ കുറേ ഭജൻസ് ഞങ്ങൾ പാടിയിരുന്നു. അപ്പോൾ ഒക്കെ ചെറുപ്പത്തിലൊക്കെ അവർ വന്ന് എൻ്റെ കൂടെ ഒന്ന് പാടിയിട്ട് അവർക്ക് മാലയൊക്കെ അണിയിച്ചിട്ടുണ്ട് ആൾക്കാർ. അത്ര നന്നായി പാട്ട് പാടിയിരുന്നതാണ്. പിന്നെ പെർഫോമൻസ് ആയിട്ടൊന്നും ചെയ്യാറില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അമ്മ അസലായിട്ട് പാടുന്ന ആളാണ്. അമ്മയും പിന്നെ ഞങ്ങൾ 4 മക്കളാണ്. മിനി, ജ്യോതി, അനിത, സിന്ധു, മിനി. എല്ലാവരും 4 പേരും പാട്ട് പാടും. ഒരു ചാനലിലൊക്കെ, ഒരു ന്യൂസ് 18 എന്ന ചാനലിൽ അമ്മേനെ ഞങ്ങളെ 4 മക്കളെയും കുറിച്ചുള്ള ഒരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ എല്ലാവരും പാട്ടൊക്കെ പാടിയിട്ട്. ചേച്ചി ഇവിടെ തളിക്കുളം SNVP സ്കൂളിലെ HM ആണ്. ഞാനിവിടെ അടുത്തുള്ള സ്കൂളിൽ 2010 മുതൽ അവിടെ HM ആണ്. ഇനിയിപ്പോൾ 2-3 വർഷം കൂടി ഉള്ളു റിട്ടയർ ആവാൻ. പിന്നെ അനിയത്തി, അവളും ടീച്ചറാണ്. പിന്നെ ഇളയ അനിയത്തി അഡ്വക്കേറ്റാണ്. അവൾ ഇതുപോലെ കലാരംഗത്ത് നല്ല സജീവമായിട്ടുണ്ട്. പാട്ടും പിന്നെ ആങ്കറിങ്ങാണ് അവളുടെ ഹോബി, ഇത് ഫീൽഡ്. പിന്നെ ഡാൻസും കളിക്കുന്നുണ്ട്. അവർ തിരുവാതിരക്കളി ടീം തന്നെയുണ്ട്. എല്ലാവരും കലയായിട്ട്. പിന്നെ ഞങ്ങൾ ഓണൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടിയിട്ട് തിരുവാതിരക്കളി കളിക്കും. ഞങ്ങൾ അമ്മയും 4 മക്കളും ഞങ്ങളുടെ പെൺമക്കളും എല്ലാവരും കൂടി തിരുവാതിരക്കളി കളിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചത് ജമ്മു കാശ്മീരിലായിരുന്നു. എൻ്റെ ജനനൊക്കെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു കണ്ടില്ലേ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ 5 വയസ്സായിട്ടാണ് നാട്ടിലേക്ക് വന്നത്. RCUPS കയ്പമംഗലം, അവിടെയായിരുന്നു പ്രൈമറി, അപ്പർ പ്രൈമറി. അത് കഴിഞ്ഞിട്ട് മതിലകം OLF-ൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഇരിഞ്ഞാലക്കുട സെൻറ്റ് ജോസഫിൽ, പിന്നെ ഡിഗ്രി SN കോളേജ് നാട്ടികയിൽ. അവിടുന്ന് പിന്നെ TTCക്ക് കിട്ടി. TTC അഴീക്കോടായിരുന്നു. അത് കഴിഞ്ഞ് ഉടനെ കല്യാണവും കഴിഞ്ഞു. ഇവിടെ അടുത്ത് തന്നെ അയ്യപ്പൻ മെമ്മോറിയൽ LP സ്കൂളിൽ ജോലിക്ക് കയറി 91. അന്ന് തൊട്ട് അവിടെ ജോലിക്കുണ്ട്. 2010 തൊട്ട് അവിടെ HM ആണ്. ഇനി 3 വർഷം കൂടി ഉണ്ട്. പിന്നെ ഇപ്പം സ്കൂളിൽ എന്ന് പറഞ്ഞാൽ വളരെ കുട്ടികൾ കുറവുള്ളൂ. കാരണം 9 സ്കൂളുണ്ട് 1.5 കിലോമീറ്ററിനുള്ളിൽ. ഞങ്ങൾക്ക് ഇപ്പോൾ ആശ്രയം തന്നെ അതിഥി തൊഴിലാളികളെ മക്കളാണ് അവിടെ അധികം പഠിക്കുന്നത്. ഒക്കെ ഹിന്ദിക്കാരാണ്. ഇപ്പോൾ ഹിന്ദിയിൽ തന്നെ ഞങ്ങളിപ്പോൾ PTA മീറ്റിങ്ങുകളൊക്കെ ഹിന്ദിയിലാണ് നടക്കുന്നത്. ഹിന്ദിക്കാരൻ വെച്ചാൽ അവർ മലയാളത്തിൽ അസലായിട്ട് പാട്ടും പാടും. പ്രയറടക്കം മലയാളത്തിലാണ് അവർ പാടുന്നത്. അപ്പോൾ അവർക്ക് ഇപ്രാവശ്യം കലോത്സവത്തിനൊക്കെ കുറേ A ഗ്രേഡുകളും B ഗ്രേഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പത്രത്തിലും ചാനലിലൊക്കെ ചെറിയ വാർത്തയിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് കിഷോർ. ഞങ്ങൾ ഇവിടെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു. അതുപോലെ ജോലിയായിട്ട് പോയപ്പോൾ ഞാൻ പിന്നെ ഇവിടെ തനിച്ചായി. അപ്പോൾ ഗൾഫായിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ച് പോകുന്നു. നാട്ടിലുണ്ട് ഓരോ പരിപാടികളായിട്ട്, കൃഷിയും കാര്യങ്ങളായിട്ട് ഇവിടെ കൂടി. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ കനവാനിഴികളെ തഴുകാം ഞാൻ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോൾ മിങ്ങുമീ രാത്രി തൻ
താരകം മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ ഉറങ്ങൂ നീ ഉറങ്ങൂ